കേരള ബാങ്കിലെ ഡെപ്പോസിറ്റ് കളക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിലേക്ക്. കേരള ബാങ്കിലെ മുഴുവൻ കളക്ഷൻ ജീവനക്കാരുടെ പേര് പുനർനാമകരണം ചെയ്ത് ഫീൽഡ് അസിസ്റ്റന്റ് എന്നാക്കി മാറ്റണമെന്നും കേരള ബാങ്കിന്റെ ഭരണസമിതിയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തുന്നതിന് 2 ദിവസം എല്ലാ ജീവനക്കാരും മുഴുവൻ സമയവും പണിമുടക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് രാപ്പകൽ സമരം നടത്താൻ നിശ്ചയിച്ച കാര്യം സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി അറിയിക്കുകയായിരുന്നു. കേരള ബാങ്ക് രൂപീകൃതമായി 5 വർഷം കഴിഞ്ഞ നവംബർ 29 കഴിഞ്ഞു. 5 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരള ബാങ്ക് 14 ജില്ലയും 14 രീതി തന്നെ നിൽക്കുക. ഇത് സംയോജിപ്പിക്കുന്നതാണല്ലോ ബാങ്ക് അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ 14 ജില്ലയും 14 രീതി നിൽക്കുക. നേരത്തെ നമ്മൾ പ്രസ് മീറ്റ് നടത്തിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ഷൻ ഏജന്റുമാരുടെ അവരുടെ തൊഴിലും വരുമാനവും ഇതൊന്നും ഒരേ രീതിയിൽ ഇപ്പോഴും കേരള ബാങ്ക് ആക്കിയിട്ടില്ല. അതെല്ലാം 14 രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞങ്ങളൊരു സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. കേരള ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാരുടെ 2 സംഘടനയും ഇങ്ങനെ സംയുക്തമായിട്ട് സമരം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് ശ്രീമാൻ ശിവകുമാറാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റന്നാൾ രാവിലെ LDFന്റെ കൺവീനറായിട്ടുള്ള CITയുടെ സംസ്ഥാന പ്രസിഡന്റ് PP രാമകൃഷ്ണനാണ് സമാപന സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സമരവുമായി ഞങ്ങൾ രംഗത്ത് വരാനുണ്ടായ സാഹചര്യം ഇപ്പോൾ കേരളം മുഴുവൻ നാളെയും മറ്റന്നാൾ പണിമുടക്കിയാണ് ഞങ്ങൾ സമരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്ത്രീകളടക്കമുള്ള ഞങ്ങൾ 20 വർഷവും 30 വർഷമൊക്കെ സർവീസ് ഉള്ളവരാണ് ബാങ്കിനകത്ത്. ജില്ലാ സഹകരണ ബാങ്കുകളായിരുന്നപ്പോഴും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നപ്പോഴൊക്കെ ആ രംഗത്ത് ജോലി ചെയ്ത ആളുകളാണ്. ഞങ്ങളുടെ തൊഴിലും വരുമാനവും ഏകോപിപ്പിക്കുന്നതിൽ ബാങ്ക് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് കൊടുത്തിരുന്നു. ആ ഫയലിന്റെ നമ്പർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു അക്ഷരത്തോടെ പറയട്ടെ, 157/2020 2020 സെക്രട്ടേറിയറ്റിൽ വന്ന ഫയൽ ഇപ്പോഴും അനങ്ങിയിട്ടില്ല. അതിന്റെ എല്ലാ വകുപ്പിലും പോയി അംഗീകാരം കിട്ടി വന്നിട്ടുണ്ട്, പക്ഷെ നടപ്പാക്കുന്നില്ല. നടപ്പാക്കാത്തതിന്റെ ഒരു പ്രധാന കാര്യമായി അവർ ഞങ്ങളോട് ചോദിക്കുമ്പോൾ അത് ഉടനെ ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പൊ അതിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം പറയും ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഞങ്ങൾ 823 പേരുണ്ട് കേരളത്തിനകത്ത്. 823 കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതം ഓരോ ഫയലും ഒരു ജീവിതമാണ്. 823 ജീവിതം പോലെയാണ്. അത് കാണുന്നില്ല. 823 പേരെ ആശ്രയിച്ച് ആയിരക്കണക്കിന് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും തൊഴിലില്ലാത്തവരായി സ്വയം പിരിഞ്ഞു പോകേണ്ട സ്ഥിതിയിലേക്ക് കേരള ബാങ്കിലെ കളക്ഷന്മാരെ മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. അതാണ് ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങൾ അതിന്റെ സംയുക്ത സമര സമിതിയുടെ കൺവീനർ പറയും. ബഹുമാന്യരെ, കേരളത്തിന്റെ സ്വന്തം ബാങ്ക് കേരള ബാങ്ക്, ഏഷ്യയിലെ തന്നെ 1ാമത്തെ ധനകാര്യ സ്ഥാപനം കേരള സംസ്ഥാന സഹകരണ ബാങ്ക്. ഇന്ന് കാണുന്ന രീതിയിൽ ആ കേരള ബാങ്ക് വരുവാൻ മൊത്തമാണെന്ന് പറയുന്നില്ല, ഒരു പരിധിവരെ കളക്ഷൻ ജീവനക്കാരുടെ പ്രയത്നമാണ്. എന്താണ്, സഹകരണ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾ ഇതെന്താണെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിൽപ്പെട്ട ഈ കളക്ഷൻ ജീവനക്കാർ വയലേലകളിലും മറ്റ് പുരയിടങ്ങളിലും അധ്വാനിക്കുന്നതിനടുത്തും പോയി അവന്റെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും അവൻ ആവശ്യമുള്ള തുക വായ്പയായി നൽകാനും അവന്റെ മുമ്പിലോട്ട് ചേർന്നവരാണ് കളക്ഷൻ ജീവനക്കാർ. അങ്ങനെ അവരുടെ പ്രയത്ന ഫലമായി അവരുടെ കയ്യിൽ ഈ കൃഷിക്കാരുടെ കയ്യിലും തൊഴിലാളികളുടെ കയ്യിലും ചില്ലറ നാണയങ്ങൾ സ്വരൂപിച്ചാണ് വായ്പ നൽകി നാം ഇന്ന് കാണുന്ന കേരള ബാങ്ക് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥാപനം ഈ വിഭാഗ ജീവനക്കാരെ അവഗണിക്കുന്നു. ആ അവഗണനക്കെതിരെ പ്രതിഷേധിക്കാനാണ് രാപ്പകൽ സമരം നടത്തുന്നത്. ഈ 19-20 തീയതികളിൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം. സാധാരണഗതി നമ്മൾ സമരം നിങ്ങൾ പത്രക്കാർ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഒരു സമരം നടത്തി നേതാക്കന്മാർ എന്തെങ്കിലും സംസാരിക്കുന്നു, പിരിഞ്ഞു പോകുന്നു, മണിക്കൂറുകളിൽ.
പക്ഷെ 24 മണിക്കൂറിലധികം രാവിലെ നാളെ 10 മണിക്ക് തുടങ്ങി അടുത്ത ദിവസം ഒരു 12 മണി വരെ അവിടെ അതിന്റെ മുമ്പിൽ പ്രതിഷേധിക്കുക. അതിന് നമ്മൾക്ക് വിവിധങ്ങളായ നമ്മളോട് കാണിക്കുന്ന അനീതികളുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 29/11/2019 കേരള ബാങ്ക് രൂപീകൃതമായത്. അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി ഈ കേരള ബാങ്കിൽ ഉൾപ്പെട്ടു വന്നിട്ടുള്ള ജില്ലാ സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരായ ഇവരെ അതാത് സമയം ഉണ്ടായ ഗവൺമെന്റ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അതാത് ഭരണസമിതി തീരുമാനമെടുത്ത് അതിന് അംഗീകാരം നൽകേണ്ട സഹകരണ വകുപ്പ് രജിസ്ട്രാറിന് അംഗീകാരം നേടിയ ജീവനക്കാരെ ഉൾപ്പെടെ കേരള ബാങ്ക് രൂപീകൃതമായപ്പോൾ മറ്റ് വിവിധ രീതിയിൽ അതിൽ ചിലർ PSCയിലൂടെ ഉണ്ട്, അല്ലാതെ നോമിനേറ്റഡായോ ജീവനക്കാരായി വന്നവർ എല്ലാവരെയും മറ്റ് താൽക്കാലികക്കാരെയും ബാങ്ക് സംരക്ഷിച്ചപ്പോഴും അവരുടെ ഗവൺമെന്റ് ഉത്തരവുകളുടെ അംഗീകാരമുള്ള ഈ കളക്ഷൻ ജീവനക്കാരെ പരിഗണിക്കുന്നതിൽ, ഒരു ജീവനക്കാരായി ഉൾക്കൊള്ളിക്കുന്നതിൽ, അവർക്ക് അതിനു വേണ്ടുന്ന ജീവസന്ധാരണത്തിനാവശ്യമായ പ്രതിഫലം നൽകുന്നതിൽ, അതിനാവശ്യമായ തൊഴിൽ നൽകുന്നതിൽ, അതിനാവശ്യമായ ആനുകൂല്യം നൽകുന്നതിൽ വിവേചനപരമായ സമീപനം എടുക്കുന്ന ബാങ്ക് ഭരണസമിതിക്കും അതിന് സഹായം നൽകുന്ന ഗവൺമെന്റ് സഹകരണ വകുപ്പിനും എതിരെയാണ് അതിലുൾപ്പെട്ട ഒരു വിഭാഗം ജീവനക്കാരായ കളക്ഷൻ ജീവനക്കാർ ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. അതിന് ഈ കേരള സമൂഹത്തോടെ ഞങ്ങളുടെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്താൻ, അവരെ അറിയിക്കാൻ ഈ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ വളരെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായാണ് നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇവിടെ സാന്നിധ്യത്തിലുള്ളവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അതിന്റെ കൺവീനർ അമൃതദേവ്. കേരള ബാങ്കിലെ കളക്ഷൻ ജീവനക്കാർക്ക് CITUവിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു വിഭാഗം കളക്ഷൻ ജീവനക്കാരും AIBA എന്ന് പറയുന്നത് അറിയാമായിരിക്കുമല്ലോ, ആ AIBAയിൽ അഫിലിയേറ്റ് ചെയ്ത മറ്റൊരു കൂട്ടം കളക്ഷൻ ജീവനക്കാരുണ്ട്. അവർ വ്യത്യസ്തമായി ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ തന്നെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നേരം അതിനൊരു ഒറ്റക്കെട്ടായി എന്നുള്ള രൂപമില്ലാത്തത് കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കാത്തത് അതുകൊണ്ടാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംയുക്തമായി നമ്മുടെ ആവശ്യം ഒന്നാണ്. ഏത് കൊടിയായാലും നിറമായാലും വർഗമായാലും വർണ്ണമായാലും നമ്മളുടെ ആവശ്യം അവര് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യമാണ് മുഖ്യം എന്നുള്ളതുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒന്നായി പോരാടാൻ തയ്യാറായിരിക്കുന്നു. ഞങ്ങളുടെ 20 വർഷത്തിലധികമായി സാധാരണ ഗവൺമെന്റ് ഉത്തരവുകൾ അനുസരിച്ച് 10 വർഷം ഒരേ തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചാൽ അവന് അതിനകത്ത് ഉൾക്കൊള്ളണമെന്നുണ്ടല്ലോ. സുപ്രീം കോടതി വരെ ഡയറക്ഷൻ ഉണ്ട്. ഉമാദേവി വേഴ്സസ് കർണാടക സ്റ്റേറ്റുമായിട്ടുള്ള കേസും അങ്ങനെയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക ഈ മഹത്തായ സ്ഥാപനം നൽകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഗവൺമെന്റിന്റെ ഈ നയം മൂലം, ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പിന്റെ നയം മൂലം നമ്മൾക്ക് B4 158/2020 എന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ട് വർഷം ഇതിപ്പം 2024 കഴിഞ്ഞു. അതിനകത്ത് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പാറിന്റെ നിർദ്ദേശമുണ്ട് 1831/2023 എന്നുള്ളവരുടെ ഭേദഗതിയോടുകൂടിയ പുതിയ ഭരണസമിതി തീരുമാനമുണ്ട്. കേരള ബാങ്കിന് 1977 നമ്പർ ഭരണസമിതി തീരുമാനമുണ്ട്. ഈ വിഭാഗം ജീവനക്കാരെ പുതിയ ഈ മീഡിയകളുടെ അഡ്വാൻറ്റേജ് എന്നുവെച്ചാൽ പുരോഗതി കാരണം ഈ കളക്ഷൻ പണ്ടതുപോലെ നമുക്ക് റെസിപ്റ്റ് മറ്റും എടുക്കാൻ പറ്റില്ല. ഇപ്പം മൊബൈലിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. സാമ്പത്തിക ഇടപാട് വളരെ എളുപ്പമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടം കൂടി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ബാങ്ക് ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു. എന്താണ്? അവരെ സൂപ്പർ ന്യൂമററിയായി പാർട്ട് ടൈം സ്വീപ്പർക്ക് സമാനമായ ശമ്പള സ്കെയിൽ നിശ്ചയിച്ച് അവരെ 70 പൈസ വരെ ജോലി ചെയ്യുന്നതിന് ബാങ്ക് ഭരണസമിതി 1977 നമ്പർ ഭരണസമിതി തീരുമാനമെടുത്ത് സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ ശുപാർശയോടുകൂടി ആ ശുപാർശയാണ് EM4 1831/2023 എന്ന് പറയുന്ന ശുപാർശയോടുകൂടി
ഗവൺമെന്റിലുള്ള ബാങ്ക് മുന്നേ സമർപ്പിച്ച ഒരപേക്ഷ, അതിനകത്ത് പല കാരണങ്ങളും പോരായ്മകളുള്ളതുകൊണ്ട് പുരോഗതി ഉണ്ടാവാത്തതുകൊണ്ട് ആ ഗവൺമെന്റ് സഹകരണ വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസൃതമാണ് ഈ പുതിയ തീരുമാനം ഉണ്ടായത്. ആ തീരുമാനം അനുസരിച്ച് EM4 B4 158/2020 എന്ന ഫയലിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് ഈ പുതിയ തീരുമാനങ്ങൾ. അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പൂർണ്ണമായിരിക്കുന്ന ആ ഫയല് ഇനി ഉത്തരവായാൽ മതി. എന്നിട്ടും അത് നടത്തുന്നില്ല. അതാണ് ഞങ്ങളുടെ സങ്കടം.